വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ഈ വീട്ടിൽ വാങ്ങിക്കുന്ന മാംഗോ ജ്യൂസിൻ്റെ ഒക്കെ കുപ്പിയിൽ ഡെയിലി വെള്ളം കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വൺസ് യൂസിനാണ്, ഡിസ്ട്രോയ് ചെയ്യേണ്ട സാധനമാണ്. അതിൽ ഡെയിലി വെള്ളം കൊണ്ടുപോയി കുടിക്കുക, ചൂടുവെള്ളം വരെ അതിൽ വേണം ഒഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആ സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ സിസ്റ്റത്തിലൊന്നും അതില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അടുക്കളയിൽ കൊണ്ടുപോകും, മണ്ണ് വാരിക്കും, പാടത്തിറക്കും, അവിടെ മണ്ണ് കുഴപ്പിക്കാൻ പറ്റാത്തവരെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. യു ഇന്ത്യൻസാണ്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെയൊന്നും ഇതാകാതെ ഏതോ ഒരു ലോകം നിങ്ങൾക്കുണ്ട്, അവിടെ പണത്തിനാണ് പ്രാധാന്യം. നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് പണം കൊടുത്തും കിട്ടാം, മിഥ്യാധാരണയാണ്. അതിലേക്കാണ് നമ്മൾ നമ്മുടെ തലമുറയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഘടകങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അതിനൊക്കെ കുറച്ചും കൂടെ നല്ലത് പുറത്താ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ് അത് ഭക്ഷണത്തിലുണ്ടായിരുന്നു. നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഇതാണ്, ഉച്ചയ്ക്ക് ഇതാണ്, വൈകിട്ട് ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ ശരീരം വിശ്രമത്തിൽ മാത്രമാണ് തകരാറുകൾ പരിഹരിക്കുന്നത്. അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യൂർ ആകുന്നത്, ഹീലിംഗ് തരുന്നത്. പണ്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെ കഴിക്കരുതെന്ന് പറയുമായിരുന്നു. ഇന്നങ്ങനെ ഒരു ഡോക്ടർ അങ്ങോട്ട് ആരും പോകത്തില്ല. ഭക്ഷണം എന്ന് പറയുന്ന ഒരു സെക്ടർ, അത് കൈകാര്യം ചെയ്യുന്നവർ സത്യസന്ധരും ശുദ്ധരുമല്ലെങ്കിൽ ഒരു സമൂഹം എന്താവും? അനാരോഗ്യത്തിൻ്റെ പിടിയിലായിപ്പോവും. അതാകാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി, എളിയ ശ്രമം. പരാജയപ്പെട്ടത് ഞാനിപ്പോൾ ഒരു 1ാം നിലയിൽ വീണത്, ഒരു 10ാം നിലയിൽ വീണ അനുഭവമാണ്. പക്ഷേ എനിക്ക് പേടിയോ സങ്കടമോ ഒന്നും അതിലില്ല. മാം, ഒരു എളിയ ശ്രമം എന്ന് പറയുമ്പോഴും ഈ ഒരു ലോങ് പ്രോസസ്സിന് എനിക്കൊരു ഫുഡ് റവല്യൂഷണറി മൂവ്മെൻറ്റ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്തരം കാര്യങ്ങളിൽ അടിയുറച്ച് നിന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വന്തം ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്ത് നിന്ന് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡിലടക്കം മായവും വിഷവുമാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഗതികേട് കൊണ്ട് കഴിക്കേണ്ടി വരുന്നൊരു സമൂഹമുണ്ട്. പക്ഷേ മറുപുറത്ത് ഇപ്പം മാമിനെ പോലെ അത്തരം അറിവുകളും അത്തരം പ്രൊഡക്ട്സുമായിട്ട് മുന്നിലേക്ക് വരുന്നവരുമുണ്ട്. പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ടും എന്താ പറയണ്ടത്, ചിലപ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുള്ള മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഭാവമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അത്തരം വലിയ ബ്രാൻഡുകൾ ഇത്തരം കോടികൾ ഇറക്കി വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്ന് ചില പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മുങ്ങിപ്പോകുന്നതായിരിക്കാം അല്ലേ? എന്ത് തോന്നുന്നു അത്തരം കാര്യങ്ങൾ? ആ പറഞ്ഞതാണ് എനിക്കൊക്കെ സംഭവിച്ച ഒരു പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം അതാണ്. അതായത് ഇന്നിപ്പോൾ ഒരു ഉൽപ്പന്നം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ തുക മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മാത്രമല്ല, വിവിധ തരം മാർക്കറ്റിങ്ങുകളിൽ സ്പെൻഡ് ചെയ്യണം. വ്യക്തികൾക്ക് കൊടുക്കേണ്ടി വരും, മനസ്സിലായോ? ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കേണ്ടി വരും. അതൊക്കെ അവരുടെ കഴിവാണ്. ഇപ്പോൾ ഒരാൾ എന്നെ കൊണ്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ, ഞങ്ങളുടെ അരി കണ്ടോ, എനിക്കിതൊന്നും പറയാനറിയില്ല, എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് അത്. അങ്ങനെ ഒരാൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അത് അവരുടെ കഴിവാണ്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അതേസമയം എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ കഴിക്കുന്ന അരിയിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഇതിങ്ങനെയാണ് ചെയ്തത്, ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നവിടം വരെ ഞാൻ ചെമ്പി പുഴുങ്ങിയിട്ടുണ്ട്, പരമ്പിൽ ഉണക്കിയിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ തരുന്നവിടം വരെ നിങ്ങളുടെ ഒരു വീട്ടിലെ കൃഷിയിലൂടെ നിങ്ങൾ എങ്ങനെ കഴിക്കുന്ന ഈ ഉൽപ്പന്നം ഞാൻ തരുന്നത്, എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ. അതേസമയം ഇതിനെ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്ത് ഇതിനെല്ലാവരും ഇത് കാണുമെന്നൊക്കെ എനിക്കറിയില്ല. അപ്പോൾ എന്നോട് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ബോസി ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ പറയും. എനിക്കിതേ അറിയുള്ളൂ. ഞാൻ പണ്ട് വിപ്ലവ പ്രസംഗങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ പിന്നെ ഇൻക്ലാബ് സിന്ദാബായും പിന്നെ നാടിന് വരുത്തണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നാൽ അതിന് വേറൊരു രസമുണ്ട്. ഞാൻ പഴയ മിമിക്രിക്കാരിയും കൂടെ ആയിരുന്നു. ഞാൻ സ്കൂൾ കോളേജ് തലങ്ങളിൽ മിമിക്രി മോണാക്ടിന് ഫസ്റ്റാ. ഈ പണിയും എനിക്കറിയാം. ഞാൻ എൻ്റെ സ്കൂൾ കാലങ്ങളിലെല്ലാം ഈ ഫസ്റ്റ് ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. മോണോആക്ടിന് ഫസ്റ്റ് എനിക്കാ. ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സിനും ഇമിറ്റേറ്റ് ഞാൻ ഇപ്പോഴും ചെയ്യും കേട്ടോ. ഞാൻ ഒരാളോട് മിണ്ടിയാ ഇച്ചിരി കഴിയുമ്പോൾ അയാളെ അനുകരിക്കും. ഈ രണ്ടും മുഖം എനിക്കുണ്ട്. വളരെ നന്നായി തമാശ പറയാനും ആസ്വദിക്കാനും എനിക്കറിയാം.
പക്ഷെ അത് എനിക്ക് ഈ പ്രൊഫഷണലിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ അറിയില്ല. അപ്പം ഞാൻ പറയണത് അതിൽ ഒരു പരാജയം എനിക്കുണ്ട് കേട്ടോ. ഒരു അരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൂടുതലായിട്ട് എന്താ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഗുണങ്ങൾ പറയാനല്ലേ പറ്റുള്ളൂ, അല്ലേ? ഇതിൻ്റെ പ്രോസസ്സിങ് മെത്തേഡ് പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിനെ വിവിധ തരത്തിൽ അരിയെ വേവിക്കാൻ പറയാൻ പറ്റും. ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് എങ്ങനെ ഇട്ടും പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ച് അത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ ഒരു വാക്കിനെ തന്നെ നമ്മൾ അതിനൊരു വേർഡ് പറയുമല്ലോ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് സെർച്ച് കീവേഡ്സ്. അപ്പം നമ്മൾ എങ്ങാനും ഒരു സ്കിൻ എന്നൊരു വേർഡ് എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയോ, പിന്നെ സ്കിന്നിൻ്റെ കെയർ മൊത്തം വരും നമുക്ക്. ആൻറ്റി ഓക്സിഡൻറ്റ് ഐ വി ചെയ്യുന്നുണ്ട് ഇപ്പം. ഈ ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ടതാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ കിട്ടേണ്ടതാ, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലൂടെ കിട്ടേണ്ടതാ. ഇപ്പം അത് ഇതേ കുത്തിവെക്കുന്നു. അപ്പം ആ കുത്തിവെക്കുന്നതിനകത്ത് കാണിക്കുന്ന എന്താണെന്നറിയോ? കുക്കുംബർ കിടക്കുന്നു, ക്യാരറ്റ് കിടക്കുന്നു, എന്നിട്ട് ആ വെള്ളമായിട്ട് അതാ മീൻസ് അതിലതുണ്ടെന്നല്ല, അത് കാണിക്കുന്നില്ല. കണ്ടന്റ് അതാണെന്ന് കാണിക്കുകയാണ്, അല്ലേ? ആൻറ്റി ഓക്സിഡൻസിന് ബോഡിയിൽ ഫങ്ഷൻ, ഒരു മനുഷ്യൻ നന്നായി ജീവിച്ച് ആരോഗ്യത്തോടെ പോകണം എന്നുണ്ടെങ്കിൽ രക്തം വഹിക്കുന്ന പങ്ക്, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാവോ? എന്തുകൊണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് നിങ്ങൾക്ക് വേണം? നിങ്ങളുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകാതിരിക്കണം, നിങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതിനകത്ത് നിലകൊള്ളുന്ന ആൾക്ക് ബോധം വേണോ? നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ ഇതൊക്കെ പഠിച്ചത്, ഇല്ലേ? നിങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് വേണ്ടതുകൊണ്ടാണ് ഞാൻ തവിടുള്ള അരി നിങ്ങൾക്ക് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഗർഭാവസ്ഥയിലും നിങ്ങൾ മുലയൂട്ടുന്ന കാലത്തും നിങ്ങൾക്ക് മുലപ്പാലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരി കൊണ്ടുവന്നത്. നിങ്ങൾക്ക് നെർവ് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അവരെ കൊണ്ട് തന്നത്. നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രക്തശാലി അരി കൊണ്ടുവന്നത്. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നോ? നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പോർഷൻ തന്നാൽ ആരോഗ്യം തരാമെന്ന് ഞാൻ പറഞ്ഞു. അത് വേണ്ടെന്നല്ലേ ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ സത്യത്തിൽ ഇപ്പം ചിരിക്കുന്നുണ്ട്, അല്ലേ? ഞാനത് ചിരിച്ചെടുക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കരഞ്ഞിരുന്ന ഒരാൾക്കും മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു മീഡിയയിലൂടെ ഞാൻ എൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്തെന്ന് പറയുന്നത്. ഇതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമാണ്. വളരെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് നാച്ചുറൽ എഡിബിൾസ് പൂട്ടി എന്നുള്ളത്. അതൊരു മാധ്യമത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയാൻ കാണിച്ച ഒരു ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പൂട്ടിയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, കട പൂട്ടിയിട്ടുണ്ട്, അത് എൻ്റെ കുഴപ്പമല്ല, അല്ലേ? നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വിലയുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട് കൾച്ചർ വളരെ കുറവ്. കേരളത്തിൽ ബാംഗ്ലൂരോട്ട് പോയി നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട് ബൗൾ വേണമെങ്കിലും കഴിക്കാൻ കിട്ടും, ഇല്ല? ഈവൻ 20 റുപ്പീസിന്. ഞാനൊരു 10-15 വർഷം മുമ്പൊക്കെ 10-20 രൂപയ്ക്കൊക്കെയാണ് കഴിച്ചത്. നമ്മുടെ നാട്ടിൽ അത് എവിടെങ്കിലും കാണാനുണ്ടോ? കിട്ടും. എവിടെ കിട്ടുമെന്നറിയാമോ? നല്ല ബോഷ് റെസ്റ്റോറൻറ്റ്സിലോ എവിടെയോ കയറിയാൽ അവർ 500 രൂപ ഒരു ബൗളിന് കൊടുക്കണം. ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലൊക്കെ ഫ്രൂട്ട് കട്ട്സ് എന്നുള്ള രീതിയിലെങ്കിലും അവൈലബിൾ ആണ് നമുക്ക്, പക്ഷെ അത്രയും ഒരു ഇത് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫ്രൂട്ട് മേടിക്കുന്ന പൈസയും നമ്മുടെ നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഒരിക്കലും കണക്കെടുക്കാത്തത് ഇറച്ചിയും മീനും മേടിക്കുന്ന കാര്യത്തിലാണ്. ഇപ്പോൾ ലുലുവിൽ ചെന്നേച്ച് ഒരു ഭാര്യയും ഭർത്താവും കൂടെ സാധനം മേടിക്കുമ്പോൾ ഒരു ചിക്കൻ 2 മേടിക്കും. ഫ്രൂട്ട്സിന് അങ്ങോട്ട് ചെന്നേച്ച് 1 കിലോ ഒന്നും അവിടെ ചീഞ്ഞ് പറഞ്ഞിരിക്കാനായിട്ടാണ്, ആരും തിന്നത്തില്ല. അത് 2. ഇവിടെയാണ് നമുക്കറിയില്ല എന്ത് കഴിക്കണം എന്നുള്ളത്. ഇതാരും പഠിപ്പിച്ചു തരാനില്ല. അവനവൻ്റെ തിരിച്ചറിവ് കൊണ്ട് മാത്രമേ ഉള്ളൂ നീ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് ബോധം വരുവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 10-30 വർഷം മുമ്പ് ഒരു വീട്ടിലെ ചിലവ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതായിരുന്നു. അന്ന് നമുക്ക് ക്രെഡിറ്റ് കാർഡില്ല, ലോണില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അന്ന് എങ്ങനെയാന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയുള്ള കാര്യങ്ങൾ ലിമിറ്റായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ, എൻ്റെ അച്ഛനൊരു ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പോൾ കർക്കിടക മാസമൊക്കെ ഓട്ടോ ഇല്ല. അപ്പം നമ്മുടെ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന ഒരു മാസം കർക്കിടക മാസമാണ്. അപ്പം നമ്മളൊരു മീൻകറി വെച്ചാൽ 2 കഷ്ണം ചാറ് എനിക്കും അനിയത്തിക്കും തരും. ഞങ്ങളിങ്ങനെ നോക്കും, നിനക്കാണോ വലിയ കഷ്ണം, എനിക്കാണോ വലിയ കഷ്ണം. നമുക്ക് അന്ന് ഒരു ഇല്ലായ്മയെക്കുറിച്ച് പേടിയുണ്ട്. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ, ഇഷ്ടം പോലെയല്ലേ.